ഇതൊരു 10 ദിവസം പിടിക്കും. ഇത് 10 ദിവസം പിടിക്കും. 10 ദിവസം പിടിക്കും. ഇത് നല്ല കിടിലൻ ഒരു പശുവാണ്. 25 ലിറ്റർ പശുക്കൾ 4 എണ്ണം ഉണ്ട്. 4 പ്രസവിച്ച പശുക്കളുണ്ട്. 4 കാമ്പിൽ ഒരു മുലയിൽ പാല് വന്നില്ലെങ്കിൽ തിരിച്ചു വിളിച്ചോളെ. പശുവിനെ തിരിച്ചു കൊടുക്കും. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. പശുക്കൾ നല്ല പശുക്കളുണ്ട് കയ്യിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പശു കൊണ്ടുപോവുക. എനിക്ക് ഫോമിലിക്ക് പറ്റിയ പശു വേണമെങ്കിൽ ഫോമിലിക്ക് പറ്റിയ പശു തരാം. ചെറിയ വീട്ടമ്മമാർക്ക് വേണമെങ്കിൽ വീട്ടമ്മമാർക്കും പശു തരാം. പാടത്തോ പറമ്പിലോ എവിടെ വേണമെങ്കിൽ മേയാൻ പറ്റുന്ന പശു തരാം. 2 നമ്പറുണ്ട് എൻ്റെ. 2 നമ്പറിലും വിളിച്ചോളെ. അതായത് പാലക്കാട് ചിറ്റൂർ തത്തമംഗലം. പാലക്കാട് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവിടെ വരാം. വണ്ടിയും കൊണ്ട് അവിടെ വരാം. നിങ്ങൾ അവിടെ നിന്നാൽ മതി. നിങ്ങൾക്ക് നല്ല പശു നോക്കി ഇഷ്ടപ്പെട്ട പശു നോക്കി കൊണ്ടുപോകാം. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മുരുകൻ ചേട്ടൻ്റെ കൂടെ പാലക്കാടാണ്. അപ്പോൾ മുരുകൻ ചേട്ടൻ്റെ ഫാമിലേക്ക് നല്ല കിടിലൻ ജേഴ്സി HF ക്രോസ് ആയിട്ടുള്ള നല്ല അടിപൊളി 20, 22, 25 ലിറ്ററൊക്കെ പാല് കിട്ടുന്ന പശുക്കൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രസവിച്ച പശുക്കളുണ്ട്, ചെനപ്പശുക്കളുണ്ട്. അപ്പോൾ ഇതിന്റെ പശുക്കൾ 4 എണ്ണം ഉണ്ട്. 4 പ്രസവിച്ച പശുക്കളുണ്ട്. 4 പ്രസവിച്ച പശുക്കളുണ്ട്. ഓക്കെ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ മുരുകൻ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരും. ചേട്ടാ നമസ്കാരം. നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ഈ ഒരു പശുക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ? HF ക്രോസ്. ഇത് കന്നിപ്പേര് 4 പല്ല്. കന്നിപ്പേരാണോ? കന്നിപ്പേര് 4 പല്ല്. ഇത് രണ്ടാം പേര്. ഒരു 18 ലിറ്റർ പാല് കടിക്കും. 18 കിട്ടും. അത് മൂന്നാം പേര്. അതൊരു 18 കടിക്കും. ഇതും 18 കിട്ടും. ഓക്കെ. ആ ലാസ്റ്റ് പശു ഒരു 15 ലിറ്റർ കടിക്കും. 15 ലിറ്റർ കിട്ടുന്ന ഇത് ജേഴ്സി അല്ലേ? ജേഴ്സി. എല്ലാം ജേഴ്സി തന്നെ. എല്ലാം ജേഴ്സിയാണ്. ഇതില് ഒരു ചെനപ്പശു ഉള്ളു അല്ലേ? ഒരു ചെനപ്പശു ഉള്ളു. മോഴ 22 ലിറ്റർ കടിക്കും. 22. ഇതാണ് ഇതിലുള്ള ഒരു ചെനപ്പശു എന്ന് പറയുന്നത്. നല്ല ഒറിജിനൽ മോഴ. കിഡിലൻ ഒരു പശുവാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള. പാടത്തോ പറമ്പിലോ എവിടെ വേണമെങ്കിൽ മേയാൻ വിടാം പശുക്കള്. നല്ല അടിപൊളി ജേഴ്സി പശുക്കളാണ്. പറമ്പൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കൊണ്ട് അടിച്ച് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മേയുന്ന പശുക്കളാണ്. നല്ല ആരോഗ്യമുള്ള പശുക്കളാണ്. ഒരു റേറ്റ് എന്തെങ്കിലും പറയുന്നുണ്ടോ ചേട്ടാ? ഇപ്പോഴും റേറ്റ് പറഞ്ഞാൽ 60, 65, 70, 75, 80 പല വിലയും. ഒരു റേഞ്ചിലുള്ള പശുക്കളാണ് അല്ലേ? പശുവിനനുസരിച്ചിട്ട് 10 ലിറ്റർ പാല് വേണം പറഞ്ഞാൽ ഒരു 65 രൂപ കൊടുക്കാം. കർഷകർക്കോ വീട്ടിലേക്കോ ഒക്കെ വീട്ടാവശ്യത്തിന് പറ്റിയ പശുക്കളാണ്. വീട്ടാവശ്യത്തിനൊക്കെ പറ്റിയ പശുക്കളാണ്. നല്ല കിടിലൻ പശുക്കൾ. നല്ല അടിപൊളി പശുക്കളെയൊക്കെ ആവശ്യമുള്ളവർ ഞാൻ നമ്പർ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യുക. എല്ലാം ഇവരുടെ വീട്ടിൽ നിൽക്കുന്ന പശുക്കളാണ്. 4 പശുക്കൾ ഇപ്പോൾ പ്രസവിച്ച് നിൽക്കുന്നു. ഒരു ചെന പശുവാണ് ഈ ഒരു നമ്മൾ ഈ കാണുന്ന കൂട്ടത്തിലുള്ളത്. ചേട്ടാ നല്ല അടിപൊളി 2 പശുക്കൾ. നല്ല അടിപൊളി പശുക്കളാണ്. ഇതൊന്ന് കന്നിപ്പേര്. ഇത് കന്നിപ്പേര്. ഇതിപ്പോ 3ാം പേര് പശുവാണ്. 3ാം പേര് ഒരു 15 ദിവസം പിടിക്കും പ്രസവിക്കാം. ഇതൊരു 10 ദിവസം പിടിക്കും. ഇത് 10 ദിവസം പിടിക്കും. 10 ദിവസം പിടിക്കും. ഇത് നല്ല കിടിലൻ ഒരു പശുവാണ്. നല്ല കിടിലൻ പശുവാണ്. നല്ല ബ്രീഡ്. 4 പല്ല്. 4 പല്ല്. 4 പല്ല്. നമുക്ക് HF വേണമെങ്കിൽ HF കൊടുക്കാം. ജേഴ്സി വേണമെങ്കിൽ ജേഴ്സി പശു കൊടുക്കാം. ഏത് ഇഷ്ടപ്പെട്ട പശു വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് ഏത് ടൈപ്പ് പശുവിന് വേണമെങ്കിലും കൊടുക്കാം. നേരിട്ട് നിങ്ങൾ വരണം. നമ്മുടെ കയ്യിൽ എപ്പോഴും പശു 10-25 എണ്ണം ഉണ്ടാവും. 10-25 പശു എപ്പോഴും ഉണ്ടാവും. എപ്പോഴും ഉണ്ടാവും. അത് ശരി. അപ്പൊ ചേട്ടന്റെ വീട്ടിലും പശുവുണ്ട്? വീട്ടിലും പശുവുണ്ട്. എന്റെ പശു പറ്റിയില്ലെങ്കിൽ വേറെ എടുത്ത് തരും. വേറെ എടുത്ത് കൊടുക്കും. ഓക്കെ. ഇതിനെന്ത് പാല് പ്രതീക്ഷിക്കാൻ ചേട്ടാ ഏകദേശം? ഇതിപ്പോ കന്നി പേരല്ല. ഒന്നും പറയാൻ പറ്റൂല അല്ലേ? കന്നി പേര് അളവ് പറയാൻ പറ്റില്ല. എന്തായാലും ഒരു 20 മുകളിൽ വരൂലേ? 20ന്റെ താഴെ തന്നെ ഒരു 18, 16 അത്രയൊക്കെ വരും. അത്രേ വരുള്ളൂ. നല്ല ബ്രീഡ് കൂടിയതാണ്. ഹെൽത്തി ആയിട്ടുള്ള പശു അല്ലേ? നല്ല ബ്രീഡ് കൂടിയതാണ്. ഈ ഒരു പശുവിന് എത്ര പാല് പ്രതീക്ഷിക്കാം? ഇതൊരു 20 പ്രതീക്ഷിക്കാം. കാരണം മടിയൊക്കെ വരണുള്ളൂ. മടിയായി വരുന്നേ ഉള്ളൂ. ഒരു 10-20 ദിവസം എടുക്കും അല്ലേ? 20 ദിവസം പിടിക്കും. 20 ദിവസം 15 ദിവസം. ജേഴ്സി HF എല്ലാം ക്രോസ് ആയത്. ക്രോസ് ബ്രീഡ് ആണ്. അതെ. ഏകദേശം വില വല്ലതും പറയുന്നുണ്ടോ? കറക്റ്റ് വില ന്യായമായിട്ട് കൊടുക്കണം. ന്യായമായിട്ട് കൊടുക്കാം. പരമാവധി ബാർഗൈൻ ചെയ്ത് വാങ്ങിച്ചു. നേരിട്ട് വരുമ്പോ ന്യായമായിട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ തൊഴുത്ത് കാര്യം കണക്ക്. എല്ലാം കംപ്ലീറ്റ് ജേഴ്സി പശുക്കളാണ്. വെളിയിലോട്ട് ഒരു കന്നിപ്പേര് HF ക്രോസ് ഉണ്ട്. അതുപോലെ സ്കീമിന് പറ്റിയ പശുക്കൾ നിങ്ങൾക്ക് വേണം പറഞ്ഞാൽ വന്നാൽ മതി. ചെക്ക് പോസ്റ്റ് ബില്ല് യാതൊരു പ്രോബ്ലം അല്ലാണ്ട് വണ്ടി റെഡിയിലുണ്ട്. എല്ലാം റെഡിയിലുണ്ട്. നിങ്ങൾ വന്നാൽ മതി. ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അതും വാങ്ങിച്ചു തരാം. 4 കാമ്പിനും ഗ്യാരണ്ടി തരും ഞാൻ. പശു ഏത് വാങ്ങിച്ചാലും 4 പശുവിനും ഏത് പശുവിന് വെച്ചാലും 4 കാമ്പിനും ഗ്യാരണ്ടി തരും. ഗ്യാരണ്ടി ഉണ്ട്. കാമ്പിന് 100% ഗ്യാരണ്ടി. കാമ്പിന് വല്ല കംപ്ലൈന്റ് വന്നു പറഞ്ഞാൽ അതേ വണ്ടിയിൽ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ കാമ്പിന് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ചേട്ടാ ഒരു ഡൗട്ട് പലരും ചോദിക്കുന്നതാണ്.
നിങ്ങൾ എത്ര ദിവസത്തിനകം വിളിച്ച് പറയണം? ഒരു പെറ്റോ പ്രസവിച്ചോണ്ട് പറയും 4 കാമ്പ് അടിച്ചറിയിക്കും. അപ്പോഴും തന്നെ പറയണം, അന്ന് തന്നെ പറയണം. അന്ന് തന്നെ പറയണം. 4 കാമ്പ് അടിച്ചറിയിക്കും പശുവിനെ. ഓക്കെ. 4 കാമ്പിൽ ഒരു മുലയിൽ പാല് വന്നില്ലെങ്കിൽ തിരിച്ചു വിളിച്ചോളി. പശുവിനെ തിരിച്ചു കൊടുക്കും. ഓ ചേട്ടാ, നല്ല കിടിലൻ പശുക്കളാണല്ലോ. നല്ല കിടിലം പശുക്കളാണ്. എച്ച് ക്രോസ് ജേഴ്സി ഉണ്ട്, എച്ച് ഉണ്ട്, HF ക്രോസ്, ജേഴ്സി എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. എല്ലാ ടൈപ്പ് പശുക്കളും ഉണ്ട്. എല്ലാ ടൈപ്പ് പശുക്കളും ഉണ്ട്. ചെനയാണോ? 5 ചെനയാണ്. എല്ലാം ചെന പശുക്കളാണ്. എല്ലാം ചെനപ്പശുക്കളാണ്. അടിപൊളി 5 ചെന പശുക്കളാണ്. ഇങ്ങനെ പാല് പ്രതീക്ഷിക്കാൻ ചേട്ടാ? ഇതൊക്കെ പാല് ഒരു 18-20. 18-നും 20-നും ഇടയ്ക്ക് പാല് കിട്ടുന്ന അതെ, നല്ല കിടിലൻ പശുക്കളാണ്. മടിയൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ. അത് നല്ല നല്ല കരിങ്കാമ്പായിട്ടൊക്കെ ഉള്ള പശുക്കളാണ്. 3-ാം പേർ പശുവാണത്. 3-ാം പേരാണല്ലേ? അതെ, 3-ാം പേര്. അപ്പൊ ഇതൊക്കെ ഒന്ന് വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുമായിരിക്കും അല്ലേ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള നേരിട്ട് വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ നേരിട്ട് മുരുകൻ ചേട്ടനെ വിളിച്ചിട്ട് വരിക. വിലയെല്ലാം പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പശുക്കളെ വാങ്ങിച്ചു തരും. ഇത് കൂടാതെ മുരുകൻ ചേട്ടന്റെ വീട്ടിലും പശുക്കളുണ്ട്. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതേപോലെ നല്ല കെട്ടുതറകളുണ്ട്. അവിടെയൊക്കെ വന്നിട്ട് കിടിലൻ പശുക്കളെ വാങ്ങിച്ചു തരും. സ്കീമിലൊക്കെ വരുന്നവർക്കൊക്കെ ഉള്ള സ്കീമിന് പറ്റിയ പശുവുണ്ട്. സ്കീമിന് പറ്റിയ പശുക്കളുണ്ട്. സ്കീമിന് പറ്റിയ പശുക്കളുണ്ട്. ഡോക്ടർ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം എല്ലാം റെഡിയാണ്. പശുക്കളെ കൊണ്ടുപോകാൻ വാഹനം എല്ലാ സൗകര്യം എല്ലാം ചെയ്ത് കൊടുക്കുമല്ലോ? എല്ലാ സൗകര്യം ചെയ്ത് കൊടുക്കും. വണ്ടിയുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എല്ലാ സംവിധാനവും ഉണ്ട്. അവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ നിങ്ങൾ പശുക്കളെ വാങ്ങാൻ വേണ്ടി വന്നാൽ മതി. എല്ലാ സൗകര്യങ്ങളും മുരുകൻ ചേട്ടൻ ചെയ്തു തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഇതുപോലുള്ള കിടിലൻ പശുക്കളേക്ക് ആവശ്യമുള്ളവർ വിളിക്കുക. 5 പശുക്കളുണ്ട്. 5 ചെറിയ പശുക്കളാണ്. 5 ചെനയാണ്. 25 ലിറ്റർ പ്രതീക്ഷിക്കാം. 3-ാം പേര് പശു. ഇത്രയും അടി വരാറുണ്ട്. 15 ദിവസം പിടിക്കും. നല്ല അടിപൊളി ഒരു പശു. ഇത് ചെന. 3-ാം പേര്. ഇതൊരു 18-20 ദിവസം പിടിക്കും പ്രസവിക്കാനായിട്ട്. പാലൊരു 20-18. ഇതാ, ഇത് 3-ാം പേര് പശുവാണ്. ഇതും ചെനയാണ്. 3-ാം പേര് പശു. ചെന പശു. ഇതൊരു 10 ദിവസം പിടിക്കും. ഇതാ ഒരു പശു. ഇത് കന്നിപ്പേറാണ്. 10 ദിവസം പിടിക്കും പൈ പ്രസവിക്കാം. 4 കാമ്പിൽ ഒരു മുലയിൽ പാല് വന്നില്ലെങ്കിൽ തിരിച്ചു വിളിച്ചോളി. പശുവിനെ തിരിച്ചു കൊടുക്കും. ഓ ഓക്കെ.